ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അപ്പൊ മിസ് ആണ് മക്കളെ, നമ്മുടെ ആനുവൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം നമ്മുടെ എക്സാം ആണ് നാളെ അല്ലേ. സോ എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം, അതായത് നമ്മുടെ സിലബസ് മാറിയത് കഴിഞ്ഞ വർഷമാണ് 3ാം ക്ലാസ്സിലെ മക്കളെ. സോ സിലബസ് മാറിയ സിലബസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള 2025 ചോദിച്ചിട്ടുള്ള ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. ആൻഡ് മിസ് എപ്പോഴും പറയാറുള്ളത് പോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സമയം കളയുന്നില്ല, ഒരു റീഡ് ആൻഡ് റൈറ്റ് ആണ്. അതായത് നമുക്കൊരു കോംപ്രഹെൻഷൻ തന്നിട്ടുണ്ട്, ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനെ ആൻസർ ചെയ്യുക. സോ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലിസൺ ആൻഡ് റൈറ്റ് ആണ്. ടീച്ചർ ഒരു സ്റ്റോറി പോലെ നമുക്ക് പറഞ്ഞു തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് ആണ്. ടീച്ചർ പറഞ്ഞു തരില്ല, നമ്മൾ വായിക്കണം, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. രണ്ടാമത്തെ റീഡ് ആൻഡ് റൈറ്റ് ആണ്. ഡൊറോത്തി ആൻഡ് ടോട്ടോ വെർ ബാക്ക് ഹോം. ഇത് ചാപ്റ്ററിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ നമ്മുടെ ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലാണ് അല്ലേ. സോ ഡൊറോത്തിയും ടോട്ടോയും തിരിച്ച് വീട്ടിലേക്ക് വന്നു. They were happy. We are so glad you are back, her uncle and aunt said. അങ്കിളും ആൻറ്റിയൊക്കെ ഇവരെ വെൽക്കം ചെയ്യാണ് അല്ലേ. തിരിച്ചു വന്നതിൽ ഇതാ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ട്. We are so glad. Glad means happy, സന്തോഷം എന്നാണ് അർത്ഥം. So they hugged her അല്ലേ. ഇവർ വന്നപ്പോഴേക്കും ഡൊറോത്തിനെ അങ്കിളും ആൻറ്റിയും ഒക്കെ ഹഗ് ചെയ്തിട്ട് സ്വീകരിക്കുകയാണ്. Let's have a party. എന്താ ആരാ പറയുന്നത്? അങ്കിള് പറയുകയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ടി കണ്ടക്ട് ചെയ്യാം, തിരിച്ചു വന്നത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ഓൺ പ്രിപ്പയർഡ് എ വണ്ടർഫുൾ സപ്പർ. ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു സപ്പർ മീൻസ് ഡിന്നർ പ്രിപ്പയർ ചെയ്തു. ദേ ഹാഡ് കേക്ക്, ഐസ്ക്രീം ആൻഡ് ഫ്രൂട്ട്സ്. കേക്കും ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. ഡൊറോത്തി ടോൾഡ് ദം അബൌട്ട് ഹെർ അഡ്വഞ്ചർ. ഡൊറോത്തിയുടെ ആ ഒരു അഡ്വഞ്ചറിനെ പറ്റിയിട്ടും ആ യാത്രയെ പറ്റിയിട്ടും ഒക്കെ അവരോട് കുറേ കാര്യങ്ങൾ നമ്മുടെ ഡൊറോത്തി പറഞ്ഞു. ബട്ട് ദെൻ ടോട്ടോ സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. അങ്ങനെ ഇവർ പാർട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടോ എന്ത് ചെയ്യാൻ തുടങ്ങി, ബാർക്ക് ചെയ്യാൻ തുടങ്ങി. വാട്ട്സ് റോങ് ടോട്ടോ, ഡൊറോത്തി ആസ്ക്ഡ്. ഡൊറോത്തി ചോദിക്കുകയാണ് എന്ത് പറ്റി ടോട്ടോ, എന്താ പ്രശ്നം, അവിടെ എന്താ സംഭവിച്ചത്? ടോട്ടോ റാൻ ടു ദ ഡോർ ആൻഡ് ബാർക്ക്ഡ് അഗെയിൻ. ടോട്ടോ എന്ത് ചെയ്തു, ഡോറിൻ്റെ അടുത്തേക്ക് ചെന്നു, വീണ്ടും ബാർക്ക് ചെയ്യാൻ തുടങ്ങി. എഗെയിൻ ഡൊറോത്തി ഓപ്പൺ ദ ഡോർ. ദ വിസർഡ് ഓഫ് ഓസ് വർക്ക്ഡ് ഇൻ. അപ്പോൾ ടോട്ടോ ആരെ കണ്ടിട്ടാണ് കുറച്ചത്, നമ്മുടെ വിസർഡ് ഓഫ് ഓസ് അങ്ങോട്ടേക്ക് വരികയാണ് അല്ലേ. I came to thank you for saving our land, he said. ഞങ്ങളുടെ നാട് രക്ഷിച്ചതിന് നന്ദി പറയാൻ ഞാൻ വന്നതാണ്. ഡൊറോത്തി വാസ് സർപ്രൈസ്ഡ്. ദ വിസർഡ് ഗിഫ്റ്റഡ് എ പെയർ ഓഫ് മാജിക് ഷൂസ് ടു ഡൊറോത്തി. ഡൊറോത്തിക്ക് ഒരു പെയർ ഓഫ് മാജിക് ഷൂസും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടാണ് ആര് വരുന്നത്, ഈ വിസർഡ് വരുന്നത് അല്ലേ, വിസർഡ് ഓഫ് ഓസ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ്, ആ ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്തിട്ട് വേറെ ഒരു ബാക്കി സ്റ്റോറി പോലെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് വായിച്ച് മനസ്സിലാക്കുക. ആദ്യം നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട് മക്കളെ, ക്വസ്റ്റ്യൻസ് വായിക്കാനാണ്. ആദ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇനിയും സമയമുണ്ട്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൻ്റെ ആൻസർ പറയാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൊറോത്തീസ് അങ്കിൾ ആൻഡ് ഓണ്ട് വെർ ഗ്ലാഡ് ബിക്കോസ് ഡാഷ്. ഡൊറോത്തിയുടെ അങ്കിളും ആൻറ്റിയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താ, ഓൺ പ്രിപ്പയർഡ് എ സപ്പർ, ഡൊറോത്തി വാസ് ബാക്ക് ഹോം, The Wizard of Oz visited them, Dorothy got a gift. എന്തുകൊണ്ടാണ് അങ്കിളും ആൻറ്റിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നത് മക്കളെ? ആൻറ്റി ഡിന്നർ ഉണ്ടാക്കിയത് കൊണ്ടാണോ, അതോ ഡൊറോത്തി തിരിച്ചു വന്നത് കൊണ്ടാണോ, വിസർഡ് ഓഫ് ഓസ് അവരെ കാണാൻ എത്തിയത് കൊണ്ടാണോ, ഡൊറോത്തിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഇതിൽ പറയുന്നുണ്ട് അല്ലേ. They were glad because ഡൊറോത്തി തിരിച്ചു വന്നത് കൊണ്ടാണ് അല്ല. യു ആർ ബാക്ക്, വി ആർ സോ ഗ്ലാഡ് ബിക്കോസ് യു ആർ ബാക്ക് എന്ന് പറയുന്നുണ്ട്. സോ ഡൊറോത്തി വാസ് ബാക്ക് ഹോം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം. ഡൊറോത്തീസ് അങ്കിൾ സജസ്റ്റഡ്. ഡൊറോത്തിയുടെ അങ്കിൾ എന്താണ് പറഞ്ഞത്? ടു ഹാവ് എ പിക്നിക്, ടു ഹാവ് എ പാർട്ടി, ടു ഗോ ടു ദ പാർക്ക്, ടു വാച്ച് എ മൂവി. പിക്നിക്കിന് പോകാമെന്നാണോ, ഒരു പാർട്ടി കണ്ടക്ട് ചെയ്യാമെന്നാണോ, പാർക്കിലേക്ക് പോകാമെന്നാണോ, സിനിമ കാണാൻ പോകാമെന്നാണോ? യെസ്, ഓപ്ഷൻ ബി ആണല്ലേ, ടു ഹാവ് എ പാർട്ടി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ടോട്ടോ സോ ദ വിസർഡ് ഓഫ് ഓസ്, ഇറ്റ് സ്റ്റാർട്ടഡ് ഡാഷ്. ടോട്ടോ വിസർഡ് ഓഫ് ഓസിനെ കണ്ടു. ടോട്ടോ എന്ത് ചെയ്യാൻ തുടങ്ങി? ബാർക്കിംഗ്, റണ്ണിങ് അവേ, ക്രൈയിങ്, വാഗിങ് ടെയിൽ. ടോട്ടോ കുരയ്ക്കുകയാണോ ചെയ്തത്, ഓടിപ്പോവാണോ, കരയാണോ, അതോ വാലാട്ടുകയാണോ ചെയ്തത്? യെസ്, ഇറ്റ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അവസാനത്തെ ക്വസ്റ്റ്യൻ അല്ല, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വേർഡ് ഓഫ് ദ സ്റ്റോറി മീൻസ് ഹാപ്പി?
ഈ സ്റ്റോറിയിൽ ഏതോ ഒരു വാക്ക് ഹാപ്പി എന്ന മീനിങ് ഉണ്ട്. താഴെ തന്നിട്ടുള്ളതിൽ ഏത് വാക്കാണ്? ബാക്ക്, ഗ്ലാഡ്, താങ്ക്, ബാർക്ക്. ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ഗ്ലാഡ് ആണ് അല്ലേ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ദ വിസർഡ് ഓഫ് ഓസ് ഗിഫ്റ്റഡ് ഡാഷ് ടു ഡൊറോത്തി. ദ വിസർഡ് ഓഫ് ഓസ് ഗിഫ്റ്റഡ് ഡാഷ് ടു ഡൊറോത്തി. ഓപ്ഷനിൽ എ പെയർ ഓഫ് മാജിക് ഷൂസ് ഉണ്ട്, ഓപ്ഷൻ ബിയിൽ റിംഗ് ഉണ്ട്, എ ബാങ്കിൾ ഉണ്ട്, എ ബുക്ക് ഉണ്ട്. സോ എന്താണ് അദ്ദേഹം ഡൊറോത്തിക്ക് ഗിഫ്റ്റ് കൊടുത്തത്? ഇതിൻ്റെ ആൻസർ എന്താണെന്ന് എൻ്റെ മക്കൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് മിസ്സ് പറഞ്ഞ പോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. ആൻഡ് മിസ്സിന് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ആനുവൽ എക്സാം കഴിഞ്ഞു, നമ്മൾ 3ാം ക്ലാസ് കഴിഞ്ഞു, ഇനി അടുത്ത വർഷം നമ്മൾ 4ാം ക്ലാസ്സിലേക്ക് പോവാണ് അല്ലേ. അപ്പോൾ 4ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ എൻ്റെ മക്കൾക്ക് സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. നിങ്ങൾ ലൈഫിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ചിലപ്പോൾ ഈ സ്കോളർഷിപ്പ് എക്സാം ആയിരിക്കും. CM കിഡ്സ് എക്സാം എന്നാണ് ഈ ഒരു എക്സാമിൻ്റെ പേര്. സോ ഈ ഒരു എക്സാമിന് നമ്മുടെ സിലബസ് തന്നെയാണ്, അതായത് 4ാം ക്ലാസ്സിലെ സിലബസ് തന്നെയാണ് ഈ ഒരു എക്സാമിന് ചോദിക്കുക. പക്ഷേ നമ്മൾ ഈ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒന്നും പോരാ. ക്വസ്റ്റ്യൻ പാറ്റേൺ വേറെയാണ്, ആൻസർ ചെയ്യേണ്ട രീതി വേറെയാണ്, ഡിഫിക്കൽട്ടി ലെവലും കുറച്ച് കൂടുതലാണ്. ഓക്കെ, നമ്മൾ ബോർഡ് എക്സാം എഴുതുന്ന പോലെയല്ല, സ്കോളർഷിപ്പ് എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാ 4ാം ക്ലാസ്സിലും നമുക്ക് എഴുതുന്നത് കൊണ്ട് തന്നെ അത് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. സോ ആദ്യം തൊട്ടേ കൃത്യമായിട്ടുള്ള പരിശീലനം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ എക്സാമും സ്കോളർഷിപ്പ് എക്സാമുകളൊക്കെ അടിപൊളിയായിട്ട് പാസ്സാകാൻ പറ്റും, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് 4ാം ക്ലാസ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ ബാച്ച് ഉള്ളതടാ. പ്രാണ എന്നാണ് ഈ ഒരു ബാച്ചിൻ്റെ പേര്. ഈ ബാച്ച് എന്താണെന്ന് മക്കൾക്ക് അറിയില്ലെങ്കിൽ മിസ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ അതും ആൻസർ മിസ് പറഞ്ഞു തന്നു അല്ലേ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യനും ആൻസറും അല്ല, ഒരു ചാപ്റ്റർ മുഴുവൻ നമുക്ക് ഒറ്റ ലൈവിലല്ല 3-4 പാർട്ടായിട്ട് നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ആയിട്ട് കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷം അല്ലേ. അപ്പോൾ ഒരു വിഷയം മുഴുവൻ കിട്ടിയാൽ അതിലും സന്തോഷം, എല്ലാ വിഷയങ്ങളും കിട്ടിയാൽ ഏറ്റവും സന്തോഷം. സോ നിങ്ങളുടെ 4ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളുടെയും എല്ലാ ചാപ്റ്റേഴ്സും വിത്ത് ആക്ടിവിറ്റീസും ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും എന്താ പറയുക നമ്മുടെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാമുകൾ, ആൻസർ കീ ഡിസ്കഷൻ, ഇങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. സോ പ്രാണ ബാച്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. മിസ് പറയുന്നത് ജോയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് അവസരം ഇപ്പോഴാണ്. ബിക്കോസ് നിങ്ങൾക്ക് 10% ഫീസ് ഇളവിൽ XCF10 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ഇപ്പോൾ 2249 റുപ്പീസിന് ഒരു വർഷത്തേക്ക് മുഴുവനുള്ള എല്ലാ വിഷയങ്ങളുടെയും ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് നമ്മൾ ഗീവ് അവേ ആയിട്ട് ഗിഫ്റ്റ് വാച്ച്, സ്മാർട്ട് വാച്ച് ഒക്കെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ മറ്റൊരു കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളിത് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മെസ്സേജ് ചോദിച്ച ക്വസ്റ്റൻ്റെ ആൻസർ താഴെ കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. ആൻഡ് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.